ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഭഗോരി വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മാറി ഗംഗോത്രി ഹൈവേയില് ഗർത്താങ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതൊരു പഴയ ട്രേഡ് റൂട്ടാണ്. പണ്ടത്തെ കാലത്ത് 150 കൊല്ലമൊക്കെ പഴക്കമുള്ള ഒരു ട്രേഡ് റൂട്ടാണ്. അത് ഇപ്പിൽക്കാലത്ത് അത് പിന്നെ ക്ഷയിച്ചു പോകും. പിന്നെ ഇപ്പോൾ 2021 അതിനെ പുനർനിർമ്മിച്ച് ടൂറിസ്റ്റിനൊക്കെ പോകാൻ പാകത്തിനൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഈ മലയുടെ സൈഡിൽ ഗ്രാനൈറ്റ് റോക്സിൻ്റെ സൈഡിൽ ചെത്തി അതിൻ്റെ ഉള്ളിൽ കമ്പി തിരികെ അതിൻ്റെ മുകളിൽ പലകകൾ ഇട്ടിട്ടാണ് പണ്ട് ടിബറ്റിലേക്കൊക്കെ ട്രേഡൊക്കെ നടന്നിരുന്നത്. ആൾക്കാർ പോയിരുന്നത് കേട്ടോ, കുതിരയൊക്കെ ആയിട്ട് പോയിരുന്നത്. അപ്പോൾ ആ ട്രേഡ് റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നേക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് റിഫ്രഷ്മെൻറ്റിനൊക്കെ ആയിട്ട് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബാത്റൂമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്തോരാ നോക്കി കഞ്ചാവിൻ്റെ ചെടി. ഇത് മൊത്തം കഞ്ചാവ് കേട്ടോ. ഇതൊക്കെ നല്ല ഇങ്ങനെ ഇളം പ്രായത്തിൽ നിൽക്കുന്ന കഞ്ചാവിൻ്റെ ചെടികളാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ്. നമുക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇത് ഈ ഭാഗത്തുനിന്ന് മേടിച്ചുകൊണ്ട് വേണം കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട്. കാരണം അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പെർമിറ്റ് നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ആധാർ കാർഡോ ID ഒക്കെ കൊടുത്തിട്ട് പെർമിറ്റ് എടുത്തിട്ട് വേണം എൻ്റെ മുകളിലേക്ക് കയറാൻ. എന്തൊരു ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് താഴെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ബ്രിഡ്ജ് കാണിച്ചില്ല. ഞാൻ ഇപ്പോൾ മുകളിൽ നോക്കിയപ്പോൾ കണ്ടാണ്. നമുക്ക് അവിടെ പോയിട്ട് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും കണ്ടിട്ട് പെർമിറ്റ് എടുത്ത് കയറാം. തിരക്ക് നോക്കി ഗംഗോത്രിയിലേക്കുള്ള തിരക്കാണ് കേട്ടോ. ചാർധാം യാത്ര നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തിരക്കാണ്. ഇതാണ് ലങ്ക ബ്രിഡ്ജ് കേട്ടോ. അത് പണിതേക്കുന്ന ബ്രോ ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിതേക്കുന്നതാണ്. മൊത്തം ഇരുമ്പിൻ്റെ ഇങ്ങനെ പാലാ കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ച ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. എൻ്റെ ദൈവമേ നിങ്ങളിത് കാണണം. മെസ്മറൈസിങ് ആണ് കേട്ടോ കാഴ്ച. ഞാൻ കണ്ട് നിന്ന് പോവും ഇങ്ങനെ ദൂരത്തേക്ക്. അത് ക്യാമറയിലൊന്നും അതിൻ്റെ ഒരു തരി പോലും നമുക്ക് അതിൻ്റെ അടുത്ത് കിട്ടില്ല. നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഫീൽ കേട്ടോ. അത്രയും രസമാണ്. അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ഭംഗിയാണ്. അപ്പോൾ ദേ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓഫീസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, ID നമ്പർ, അഡ്രസ്. ടിക്കറ്റ് എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ ആധാർ ചോദിക്കും. ആധാറിൻ്റെ ഇത് കാണിക്കണം, ഒറിജിനൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ID പ്രൂഫ് കേട്ടോ. ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ID പ്രൂഫ് അത് വേണം. അതിൻ്റെ നമ്പർ, അഡ്രസ്സൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തു. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ട്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ബോട്ടിൽ, റീഫിൽ ചെയ്ത് ഉപയോഗിക്കേണ്ട ബോട്ടിലാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ട്, അതായത് നമ്മളൊരു 100 രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ സാധനം ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കവർ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ബിസ്ക്കറ്റായിട്ടും ഈ ബോട്ടിൽ കാണിച്ചു കൊടുത്താൽ ആ 100 രൂപ റിട്ടേൺ ചെയ്യും. ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ ക്യാമറ ഒക്കെ ആണെങ്കിൽ അവിടെ 500 രൂപ 750 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പൈസയൊന്നും ചോദിച്ചില്ല. ഞാൻ അവിടെ വെച്ച് റെക്കോർഡൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങി കേട്ടോ. ഗർത്താങ് അലിയിലേക്കുള്ള റൂട്ടാണ്. താഴത്തെ ഇത് ഒഴുകണം നോക്കിയേ, അടിപൊളിയല്ലേ. സൂപ്പറായിട്ടുള്ള വ്യൂസാണ്. കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു നോക്കാം. നമുക്ക് ആ വുഡൻ ബ്രിഡ്ജൊക്കെ എപ്പോഴാണ് വരികയെന്നറിയില്ല. എന്തോ ഇതിൻ്റെ അവസാനത്തേക്കാണ് ഞാൻ വന്നേക്കണുണ്ടല്ലോ. ഒട്ടും നല്ല സമയത്തല്ല, 11-11:30 സമയത്താണ് എത്തിയേക്കണേ. നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ്. ഇതിപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ വരണേ. പ്രത്യേകിച്ച് ചാർജാൻ നടക്കണോണ്ട് നല്ലോണം ആൾക്കാരുണ്ടാവും റൂട്ടിൽ. പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി കൂടെ കേട്ടോ ഈ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ഈ പൈൻ മരങ്ങളിൽ ഇതിൻ്റെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ പൈൻ മരത്തിന് ചീഡ് എന്നാണ് പറയുന്നത്. ചീഡിൻ്റെ ചീഡ് കാ ഫൂൽ എന്നാണ് ആ സാധനത്തിന് വേണം. കായ, പൈനിൻ്റെ കായ ഉണ്ടല്ലോ, അതിങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു മൊട്ട് പോലെ ഇങ്ങനെ മുട്ടയൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഉണ്ട്. അതിനി ഉണങ്ങി അതാണ് പിന്നെ പൈൻ്റെ കായായിട്ട് വലുതായിട്ടൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 2.5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. 2.5 കിലോമീറ്റർ നടക്കണം. ഏകദേശം 1.5 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ ഡ്രാസ്റ്റിക്കായിട്ട് കുത്തനെ കയറ്റോ ഇറക്കമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു പൊട്ടത്തരം ചെയ്തെന്ന് അറിയോ,
റെയിൻ കോട്ട് എടുത്തില്ല, അത് എടുക്കേണ്ടതായിരുന്നു. നല്ല മഴക്കാറുണ്ട് കേട്ടോ, നനഞ്ഞു പോകും. ബാഗിൻ്റെ കവർ പോലും എടുത്തിട്ടില്ല. എൻ്റെ എല്ലാ ക്യാമറകളും ഉണ്ട്. പിന്നെ ഈ താഴെ പോകുന്നുണ്ടല്ലോ, അത് ഭഗീരഥിയല്ല, അത് ജത് ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ് കേട്ടോ. ഈ ജത് ഗംഗയാണ് ഭഗീരഥിയിൽ പോയിട്ട് അവിടെ മുട്ടുന്നത്. പിന്നെ വേറെ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലങ്ക ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ലേ, അതും ഈ ജത് ഗംഗയുടെ മുകളിൽ കൂടെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ പാരലായിട്ട് ആ റിവറിൻ്റെ അപ്പുറത്ത്, ചത്ഗംഗയുടെ അപ്പുറത്ത് വേറൊരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. അത് നീലങ് വാലിയൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭഗോരിയിലത്തെ ആൾക്കാരെയൊക്കെ നീലങ് വാലിയിൽ നിന്ന് ഇൻഡോ ചൈന വാറിൻ്റെ സമയത്ത് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ആ സൈഡിൽ കൂടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ പോകണം എന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. ഗംഗോത്രി വരുമ്പോൾ അവിടെ പോകണം, നീലങ് വാലി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ബൈക്ക് പോകാൻ പറ്റില്ല, ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, 4 വീലേഴ്സ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഞാൻ വണ്ടി റെൻറ്റ് ചെയ്തൊക്കെ പോകണം. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു സൈഡ് 5000 രൂപ ചോദിക്കണേ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് ഈ കാറൊക്കെ ആയിട്ട് വരുമ്പോൾ നീലങ്ങാലി പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു എനർജിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴക്കാറായിരുന്നു കേട്ടോ. മഴക്കാറൊക്കെ പോയിട്ട് ചൂടായി തുടങ്ങി. പെട്ടെന്ന് വെയിൽ വന്നു. ഇതേ നല്ല വെയിലായി കേട്ടോ, നല്ല വെയിലായി, കാണാനും ഭംഗി കൂടി കേട്ടോ. ചില ഭാഗത്തൊക്കെ ആകാശത്തിന് നല്ല നീല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എടുക്കുമ്പം ഒരു നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നടന്നു തന്നെ വഴിക്ക് ഡസ്റ്റ്ബിന്നിലൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ ആരും ഇട്ടിട്ട് പോയില്ല, കാരണം താഴെ പൈസ മേടിക്കുന്നുണ്ടല്ലോ. അപ്പം മിക്കതും ഈ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് ബോട്ടിലില്ല ഡിക്ലെയർ ചെയ്യാണ്ട് വരണമായിരിക്കും. അപ്പോൾ കുടിച്ചിട്ട് ഇവിടെ കളയായിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എത്ര പ്ലാസ്റ്റിക് ബോട്ടിലും എന്താണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ, നടക്കുന്ന വഴിയിലൊന്നും അങ്ങനെ വേസ്റ്റ് ഒന്നും കാണാനില്ല. അതിങ്ങനെ സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്നതുകൊണ്ടാണ്. 900 മീറ്ററിൻ്റെ സൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ വഴി പതുക്കെ താഴത്തേക്കാട്ടോ. ഇനി ഇങ്ങനെ ഹെയർ പിൻ പോലെ ഇനി താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ തോന്നുന്നു. അതെന്തുകൊണ്ടാണ് താഴത്തേക്ക് പോകണമെന്ന് അറിയില്ല, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാന്ന്. ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ വരുന്നതിന് മുമ്പ് കണ്ടു, പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ഇതെങ്ങനെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാവണില്ല. ഈ റിവർ നമുക്ക് ഒട്ടും കാണാനില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ഒരു സൈഡ് പോലും കാണാനില്ല, കുറേ താഴെ. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കണ്ടില്ലേ, കുറേ താഴെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം പോലും കാണാനില്ല. അവിടെ നോക്കുമ്പോൾ അറ്റത്തൊക്കെ നീല കളർ വെള്ളം, നമ്മുടെ ഭഗീരഥി പോലെയല്ല. പറഞ്ഞു തീർന്നില്ല, അതേ അവിടെ കാണാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഭാഗമൊക്കെ കാണാനുണ്ട്. നല്ല രസം കേട്ടോ, നീല കളറിലാണ് വെള്ളം ഒഴുകുന്നത്. വെറൈറ്റി മരങ്ങളും ചെടികളും പൂക്കളും മാത്രമൊന്നുമല്ല കേട്ടോ ഈ ഒരു റൂട്ടിൽ ഉണ്ടാവുക. ബ്ലൂ ഷീപ്പ്, അതായത് ഭരാൽ, ഇവിടുത്തെ ആൾക്കാർ ഭരാൽ എന്ന് വിളിക്കുന്ന ബ്ലൂ ഷീപ്പും ഈ ഭാഗത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇത്രയും മനുഷ്യന്മാരൊക്കെ വരുന്നുണ്ട്, കാണാൻ ചാൻസ് ഇല്ല. നമ്മുടെ മൂന്നാറിലൊക്കെ ഇല്ലേ വരയാടുകൾ, അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ഇതാണ്. അതായത് ഈ ഒരു വഴിയിൽ നിന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഈ ഒരു ഏരിയയിൽ ഗംഗോത്രി അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഭാഗത്ത് ഇഷ്ടം പോലെ ഈ ബ്ലൂ ഷീപ്പ് ഉണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതിനെ, ഞാൻ കുറച്ച് നേരം നടക്കുമ്പോൾ അങ്ങനെ നോക്കുന്നു, പക്ഷേ ഇതുവരെ ഒന്നിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ 3352 ഫീറ്റ് എബവ് സീ ലെവലാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അതേ കാണുന്നു നമ്മുടെ ഗർത്തങ്കലി ബ്രിഡ്ജ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ബ്രിഡ്ജല്ല, വുഡൻ പ്ലാറ്റ്ഫോം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കണം. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയിട്ടോ. ഞാൻ നേരത്തെ ബ്ലൂ ഷീപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് ഈ ഗംഗോത്രി നാഷണൽ പാർക്കിൻ്റെ ലോഗോ ആയിട്ട്, ആടിൻ്റെ ഒരു തല അതായത് ലോഗോ ആയിട്ട് കൊടുത്തേക്കണം. അപ്പോൾ അതേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഏകദേശം
ഓ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കാം കേട്ടോ ഇതിൻ്റെ ഇവിടേക്ക് വരണമെന്ന്. താഴത്തതേ ജദ്ഗംഗ പോകണം നമുക്ക്. എൻ്റെ അമ്മോ എന്ത് രസമാണെന്നറിയോ, ഏകദേശം ഒരു 2 മീറ്റർ വീതി ഉണ്ടാവും കേട്ടോ ഇതിന്. 3352 ഫീറ്റ് അബവ് സീ ലെവൽ. ഇങ്ങനത്തെ ഒരു സാധനം പണ്ട് കാലത്തെ ആൾക്കാർ 150 കൊല്ലം മുമ്പ് ഇത് കൂടെ ആൾക്കാർ ട്രേഡ് ചെയ്തിരുന്നതാണ് കേട്ടോ. ഉപ്പും വൂളും സ്പൈസസും ഒക്കെ ആയിട്ട് ടിബറ്റിൽ നിന്ന് ആൾക്കാർ ട്രേഡ് ചെയ്തിരുന്ന ഇങ്ങോട്ട് വന്നിരുന്നതാണ്. എൻ്റെ മകൻ ഈ കുറച്ച് എണ്ണ മതി. ഇതേ പാറയുടെ കടി കൂടെ രസമായിട്ടാണ് ചെയ്തേക്കണെന്ന് അറിയും. ഇതിൻ്റെ വിട്ട് ചിലതിന് കൂടുതൽ ചിലത് കുറവാക്കി കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയാട്ടോ, ഭയങ്കര രസമാട്ടോ. മീറ്റർ ആണ് കേട്ടോ ഈ കോണിപ്പടികളുടെ ഈ സ്ട്രെച്ചിന്റെ നീളം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അത് നെറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ നെറ്റില്ല, ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻഫർമേഷനൊക്കെ. 1.8 മീറ്റേഴ്സ് ആണ് അതിൻ്റെ വീതി. ഇതിൻ്റെ ഈ ഭാഗത്തൊന്നും അധികം നേരം നിൽക്കാൻ പാടില്ല എന്നൊക്കെ നെറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പക്ഷെ അത്രയും ഫ്രജൈലൊന്നുമല്ല, നല്ല ബലമുള്ള ഒരു സാധനമാണ്. പണ്ടത്തെ കാലത്തുണ്ടല്ലോ ഇത് പേഷ്വാരി പത്താൻസോ അങ്ങനെ പേഷ്വാരി പത്താൻസ് ആണ് ഈ ഒരു സംഭവം പണിയണേ. അന്ന് ഇതിൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 2 മീറ്റർ ഉണ്ടല്ലോ, അന്ന് ചിലപ്പോൾ കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇതുപോലെ ആൾക്കാർക്ക് ഓടാനൊന്നും പറ്റില്ലായിരുന്നു അത്ര. അപ്പോൾ അന്ന് ഇതിലെ ആൾക്കാർ കുതിരയൊക്കെ കൊണ്ടാത്ര പോകുന്നത്. എന്നിട്ട് ഇതിന്ന് കുതിര വീണ് പോകും, വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ കുതിര താഴത്തേക്ക് വീണ് പോകായിരുന്നു എന്നൊക്കെ നെറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ പണിതല്ല, ഇപ്പോൾ ഇത് 2020-21 അങ്ങാണ്ട് ആണ് 10-60 ലക്ഷം മുടക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പണിതേക്കണേ മൊത്തം. ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, ശരിക്കും ഇങ്ങനെ വെട്ടിവെച്ച പോലെയാണ്, അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ ഇത് തുരന്ന് ഇതിലേക്ക് കമ്പികൾ കയറ്റി ഇതിൻ്റെ മുകളിൽ പലകളിട്ട് ഇത് പണിയണ്ടേ. അത് അത്രയും ബുദ്ധിയും വേണം, അത്രയും സ്കില്ലും വേണം. പക്ഷേ മസ്റ്റ് വിസിറ്റ് ആട്ടോ ഈ വഴി വരുമ്പോൾ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, കിടിലൻ. അങ്ങനെ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിതേ ഇതിൻ്റെ അവസാനം വന്ന് എത്തിക്കാണ് കേട്ടോ. അവസാനമല്ല, ഈ വുഡൻ ബ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അവസാനം ഇവിടെ എത്തിയേക്കാണ്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങോട്ട് വഴി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കുറേ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്ന കാണാം വഴി. പക്ഷേ ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കൂടെ പോലും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മരമൊക്കെ ഇട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഈ കാണുന്ന മൊത്തം ഉണ്ടല്ലോ, ഇതൊക്കെ നെലോങ് വാലിയുടെ ഭാഗമാണ്. മുകളിൽ നെലോങ് വാലിയിലേക്കുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വഴി കാണുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു പുതിയ ബ്രിഡ്ജ് വരുന്നുണ്ട്, 2 പാറകളെ കൂടി കണക്ട് ചെയ്യുന്ന. ആ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. 2024 അപ്പോൾ 150 കൊല്ലം മുമ്പ് ഇത് പണിയുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു തരത്തിലുള്ളവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലല്ലോ. ഇന്നിപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ഇവിടുന്ന് ആർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ഒരു ഹെലികോപ്റ്റർ സർവീസെങ്കിലും ഉണ്ട്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഭയങ്കരമായിട്ടോ ശരിക്കും ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിര് കയറണ പോലത്തെ ഒരു അത്ഭുതം തോന്നും. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ 7 years in ടിബറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാഡ് പിറ്റിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, അതൊരു ഓസ്ട്രേലിയൻ ഒരു മൗണ്ടനിയറിനെ കുറിച്ചിട്ടാണ്, എന്തോ ഹെൻറിച്ച് അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. അപ്പോൾ അത് ശരിക്കും ഉണ്ടായൊരു കഥയാണ്. അപ്പോൾ ആ കാലത്ത് ഈ ഹെൻറിച്ച് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് എസ്കേപ്പ് ചെയ്തത് ഈ റൂട്ട് കൂടെ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഗർത്തൻ വാലി കൂടെയാണ് ഈ ബ്രിഡ്ജ് കടന്നാണ് അങ്ങനെ ടിബറ്റിലേക്ക് പോയെന്നൊക്കെയാണ് കഥ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരിക്കും. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഗംഗോത്രിയിലേക്ക് പോകാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.